കളിക്കാവിളിലെ ക്വാറി ഉടമ ദീപുവിന്റെ കൊലപാതകത്തിൽ മുഖ്യ ആസൂത്രണം നടത്തിയത് സജികുമാർ എന്ന അമ്പിളി എന്ന പോലീസ്. 2 മാസങ്ങൾക്ക് മുമ്പാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. കൊലപാതകത്തിന് 1 മാസം മുമ്പ് പരിചയപ്പെട്ട സുനിലിന്റെയും പ്രദീപ് ചന്ദ്രന്റെ സഹായം തേടിയെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് ചേരുന്നു. അജീഷ്, തുടക്കം മുതൽ ഇങ്ങനെ മാറി മാറി വരികയാണ് ഈ കേസിലെ ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന പ്രതി തന്നെയാണ് മുഖ്യ ആസൂത്രണം എന്ന് മനസ്സിലാക്കുന്നു. 2 മാസം മുമ്പ് ആസൂത്രണം ചെയ്തെന്ന് വിവരം വരുന്നു. അപ്പോൾ ഈ കൊലപാതകം എന്തിനായിരുന്നു എന്നതിൽ ഒരു വ്യക്തത ഈ ഘട്ടത്തിൽ വരുന്നുണ്ടോ? സുഹൈല്, ഈ കസ്റ്റഡിയിലുള്ള പൂവാർ പൂങ്കുളം സ്വദേശി പ്രദീപ് കുമാറിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് പോലീസിന് നിർണായക വിവരം ലഭിച്ചത്. നേരത്തെ ഈ മെഡിക്കൽ ഉപകരണങ്ങളുടെ ഡീലറായ പാറശാല സ്വദേശി സുനിൽ നൽകിയ കൊട്ടേഷൻ എന്നായിരുന്നു ഈ അറസ്റ്റിലായിരുന്ന അമ്പിളി എന്ന സജികുമാർ ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ ആസൂത്രണം നടത്തിയത് സജി ഒറ്റയ്ക്കെന്നാണ് കസ്റ്റഡിയിലുള്ള ഈ പ്രദീപ് നൽകിയിരിക്കുന്ന മൊഴി. 2 മാസം മുൻപേ തന്നെ ദീപുവിനെ കൊലപ്പെടുത്താൻ സജി ആലോചിച്ചിരുന്നു. ഈ മലയത്തുള്ള ഒരു സമ്പന്നനാണ് ഈ ദീപു. സുനിലിനോട് ഇക്കാര്യം ഈ ഒരു മദ്യപ സദസ്സിൽ ഈ അമ്പിളി പറയുകയും ചെയ്തു. ഈ 1 മാസം മുമ്പാണ് ഈ സുനിലും അതേപോലെ തന്നെ അമ്പിളിയും പരിചയപ്പെടുന്നത്. അത് ഈ സുനിലിന്റെ ഒരു സുഹൃത്ത് വഴിയാണ് അമ്പിളിയും സുനിലും അടുക്കുന്നത്. ഒരു മദ്യപ സദസ്സിൽ വെച്ചാണ് പരിചയപ്പെടുന്നത്. പിന്നീട് ഈ ബന്ധം അടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ മദ്യപ സദസ്സിൽ വെച്ച് ഈ കൊലപാതകത്തിന്റെ കാര്യം പറയുന്നത്. ആദ്യം ഇത് തമാശയെന്നാണ് കരുതിയത്. പിന്നീടാണ് ഈ കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് അമ്പിളി സർജിക്കൽ ബ്ലേഡും ക്ലോറോഫോം അടക്കമുള്ള സാധനങ്ങൾ വേണമെന്ന് സുനിലിനോട് ആവശ്യപ്പെട്ടത്. ഇത് ആവശ്യപ്പെട്ട പ്രകാരം സുനിൽ എത്തിച്ച് നൽകുകയും ചെയ്തു. തുടർന്ന് ദീപു പണവുമായി JCB വാങ്ങാൻ പോകുന്ന 24-ാം തീയതി സജിയെ അമരവിളയിൽ എത്തിച്ചതും ഈ സുനിലും പ്രദീപ് ചന്ദ്രനും ചേർന്നാണ് ഒരു കാറിൽ. ഈ കാർ യാത്രക്കിടയിൽ വെച്ചാണ് ആരെയാണ് താൻ കൊലപ്പെടുത്താൻ പോകുന്നെന്ന വിവരം അമ്പിളി എന്ന സജി പറഞ്ഞത്. കൃത്യം നടത്തിയ ശേഷം ഈ സജി മലയത്തെ സ്വന്തം വീട്ടിലേക്കാണ് ആദ്യം പോയത്. അവിടുന്ന് ഈ മരിച്ച ദീപിന്റെ വീട്ടിലേക്കും പോയി. ദീപുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത് അവിടുത്തെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. എന്തായാലും പോലീസിന്റെ അന്വേഷണം തന്റെ നേർക്ക് തിരിയുന്നു മനസ്സിലാക്കിയാണ് അന്ന് സജി മുങ്ങിയത്. കളിക്കാവിളിലെ കോറിയുടമയുടെ കൊലപാതകത്തിൽ ഇപ്പോൾ അറസ്റ്റിലായ പ്രതി തന്നെയാണ് മുഖ്യ ആസൂത്രകൻ എന്ന നിർണായക വിവരം കൂടി വരുന്നു.